നമസ്കാരം കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരി മാധവിക്കുട്ടിയുടെ പ്രിയപ്പെട്ട ആമിയുടെ കഥാസമാഹാരമായ പാരിതോഷികം എന്ന ബുക്കിലെ അമ്മിണിക്കുട്ടിയുടെ പ്രസവം എന്ന കഥയാണ് ഞാൻ ഇന്ന് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കഥയിലോട്ട് കടന്നാലോ? 6-ാം മാസം കഴിഞ്ഞിട്ടും അമ്മിണിക്കുട്ടിയുടെ ഗർഭം ആ ഗ്രാമക്കാർ അംഗീകരിച്ചില്ല. 7-ാം ക്ലാസ്സിൽ 3 തവണ തോറ്റു പഠിച്ചു നിർത്തിയ ആ 18-കാരി നിഷ്കളങ്കരിൽ നിഷ്കളങ്കയാണെന്ന് നുണച്ചി കമലാക്ഷി കൂടി വിശ്വസിച്ചിരിക്കുന്നു. പോരാത്തതിന് അമ്മയില്ലാത്തവൾ, കണ്ണു കാണാൻ വയ്യാത്ത മുത്തശ്ശിയുടെ കൂടെ ഒതുങ്ങി ജീവിക്കുന്നവൾ. വീടിന്റെ കോലായിൽ കാവൽ മൃഗം പോലെ രാത്രി കാലങ്ങളിൽ ഉറങ്ങുവാൻ വേലുവാര് എന്നറിയപ്പെടുന്ന ഒരു അമ്മാവനുമുണ്ട്. ഈച്ച പറന്നാൽ ഉണരുന്ന പ്രകൃതമാണ് ആ വൃദ്ധന്. രാത്രിയിൽ ഇടയ്ക്കിടെ പായയിൽ നിന്നുണർന്ന് ആരാ ആരാ എന്ന് ഉറക്കെ ഉച്ചത്തിൽ അലറുന്നത് അയൽക്കാരും കേൾക്കാറുണ്ട്. എന്നിട്ടാണോ അമ്മിണിക്കുട്ടി പിഴച്ചത്? കേട്ടവർ ആരും വിശ്വസിച്ചില്ല. ആദ്യകാലത്ത് അവൾക്ക് ഛർദിയും മെലിച്ചലും ഉണ്ടായിരുന്നു. ഛർദിക്കുന്നതിന്റെ കാരണം ചോദിക്കുന്നവരോട് അവൾ പറഞ്ഞു, ഞാൻ പച്ച പേരൊക്കെ കുറെ എണ്ണം പൊട്ടിച്ചു തിന്നു. ഇന്നലെ പച്ച പുളിയും തിന്നു. ചിറയിൽ പോയി കുളിക്കാറുള്ള പെൺകുട്ടി കിണറ്റിൻകരയിൽ നിന്നും സന്ധ്യ കഴിഞ്ഞ് വെള്ളം കോരിയൊഴിച്ച് കുളിക്കുമ്പോൾ മുത്തശ്ശി ചോദിച്ചു, എന്തു പറ്റി നിനക്ക്? കിണറ്റിലെ വെള്ളത്തിന് തണുപ്പാ, പോരാത്തതിന് രാത്രിയും. നിനക്ക് നീരിറങ്ങും കുട്ടിയെ. അമ്മിണിക്കുട്ടിയുടെ ശരീരം തടവി പരിശോധിച്ച മുത്തശ്ശിക്ക് സംശയങ്ങൾ മനസ്സിലുദിച്ചു. അവളുടെ ആലില വയറിന് കട്ടി വെച്ചിരിക്കുന്നല്ലോ. അരക്കെട്ട് പുഷ്ടിപ്പെട്ടു, തൊലിക്ക് മിനുസം കൂടി. നിന്റെ മുലക്കണ്ണ് കറുത്തിട്ടുണ്ടോ കുട്ടിയെ? വൃദ്ധ ചോദിച്ചു. ഉവ്വ് മുത്തശ്ശി, അമ്മിണിക്കുട്ടി പിന്നെയും പറഞ്ഞു. എന്റെ പാവിട്ടാംകുളങ്ങര ഭഗവതിയെ, ഞാൻ എന്താ ഈ കേൾക്കണ്? ആരാ നിന്നെ പഴപ്പിച്ചത്? ഇക്ക് ജീവിക്കണ്ട. നീ തറവാടിന്റെ മാനം കെടുത്തിയല്ലോ അസത്തേ. അമ്മാമ്മ കേട്ടാൽ എന്താ ചെയ്യാന്നറിയില്ല. വെട്ടുകത്തിയോണ്ട് കഷ്ണം കഷ്ണാക്കി തൂരക്കിടും. മുത്തശ്ശി തുരതുര അവളെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. എന്നെ ആരും തൊട്ടിട്ടില്ല. ഗുരുവായൂരപ്പനാണേ സത്യം, എന്നെ ആരും ഇതുവരെ തൊട്ടിട്ടില്ല. അമ്മിണിക്കുട്ടി സത്യം വിട്ടു പറഞ്ഞുകൊണ്ടേയിരുന്നു. അന്ന് വൈകുന്നേരം വേലിക്കലിൽ നിന്ന് അയൽക്കാരിയായ സുഹൃത്തിനോട് വർത്തമാനം പറയുന്നതിനിടയിൽ അമ്മിണിക്കുട്ടി ചോദിച്ചു, ലീലേ, ആണുങ്ങൾ തുറച്ചു നോക്കിയാൽ നമുക്ക് ഗർഭമുണ്ടാവോ? ലീല ഉറക്കെ പൊട്ടിച്ചിരിച്ചുകൊണ്ടേയിരുന്നു. തനിക്ക് 6 മാസമായി മാസമുറ തെറ്റിയിരിക്കുന്നു എന്ന് അമ്മിണിക്കുട്ടി ലീലയോട് പറഞ്ഞു. നിനക്ക് അശേഷം ചോരയില്ല, വളർത്തോണ്ടിരിക്കുന്നു. ഒരു കുപ്പി അരിഷ്ടം വാങ്ങി കുടിക്കുമ്പോൾ നല്ല രക്തപ്രസാദം കിട്ടും, ലീല പറഞ്ഞു. വിഷുസംക്രാന്തി സന്ധ്യ കഴിഞ്ഞിട്ട് താൻ പടിഞ്ഞാറേ പറമ്പിലേക്ക് ഒരു കിണ്ടി വെള്ളവും കൊണ്ടുപോയപ്പോൾ ആകാശത്തിൽ കൂടി ഒരു നീല വെളിച്ചം ശബ്ദിച്ചുകൊണ്ട് തൻ്റെ ശരീരത്തിൽ പ്രവേശിച്ചു എന്ന് അമ്മിണിക്കുട്ടി ലീലയോട് പറഞ്ഞു. പിന്നെ എനിക്ക് ഓർമ്മയില്ലാണ്ടായി. ഓർമ്മ വന്നപ്പോൾ കൂരിരുട്ട്. ഞാൻ നൂല് ബന്ധമില്ലാതെ മലർന്നു കിടക്കുക ആ പറമ്പില്. വല്ല പാമ്പും കടിക്കാഞ്ഞത് എൻ്റെ ഭാഗ്യം. മേലെ ആകെ ഒരു തളർച്ച, കാലിൻ്റെ ഇടയിൽ ഒരു നീറ്റലും. ഞാൻ ആകെ പേടിച്ചു. അമ്മിണിക്കുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ലീല അതൊന്നും വിശ്വസിച്ചില്ല. ഒടുവിൽ അമ്മിണിക്കുട്ടി ഗർഭിണിയാണെന്ന് ലേഡി ഡോക്ടർ കാമാക്ഷിയമ്മ പറഞ്ഞപ്പോൾ ലീല ആ വെളിച്ചത്തിന്റെ കഥ വീണ്ടും ഓർത്തു. ആകാശത്തിൽ നിന്ന് വന്നു വീഴുന്ന വെളിച്ചത്തിന് ഒരു പെണ്ണിനെ ഗർഭിണിയാക്കാമോ? ലീല ശാസ്ത്രം പഠിപ്പിക്കുന്ന മാസ്റ്ററും തൻ്റെ സഹോദരനുമായ കുമാരനുണ്ണിയോട് അമ്മിണിക്കുട്ടിയുടെ ഈ കഥ പറഞ്ഞു കൊടുത്തു. ചിറയിൽ കുളിക്കുവാൻ വരുന്ന പലരോടും ലീല വെളിച്ചത്തിന്റെ കഥ പറഞ്ഞു. അവരെല്ലാരും പൊട്ടിച്ചിരിച്ചു. കുറച്ചു കാലമായി ഞാൻ കാണുന്നു അമ്മിണിക്കുട്ടിയുടെ കിണുങ്ങലും കുഴയലും. ഇന്നാൾ ഒരു ദിവസം ആ പാടത്തിന്റെ വരമ്പിൽ നിന്ന് ആ മാപ്പിളച്ചെറുക്കനുമായിട്ടൊരിതും. ആ സെയ്തുമാഷ മൂത്ത മോൻ, വെളുത്ത ചുരുണ്ട മുടിയും മീശയും ഒക്കെ ഉള്ള ആ പൂച്ചക്കണ്ണൻ. പോഴേ ഞാൻ കരുതിയതാ കുഴപ്പാവൂന്ന്. അന്തവും കുന്തുമില്ലാത്ത പെണ്ണ. ഗുണദോഷിക്കാൻ അമ്മ ഇല്ല, അച്ഛനില്ല. ആകെയുള്ളത് കണ്ണു കാണാൻ വയ്യാത്ത ആ തള്ളയാ. പിന്നെ വേലിയോര്. അയാൾ ഉണ്ടായിട്ട് എന്താ കാര്യം?
കള്ളു കുടിച്ച് മുറ്റത്താകെ ഛർദ്ദിച്ച് കോലായ്മ കേറി കിടക്കും, അത്ര തന്നെ. ചിറയിൽ കുളിക്കുവാൻ വന്നവരിൽ തലമൂത്ത ദാക്ഷിയാണിയമ്മ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളത്തിൽ നിന്നും കയറി പൊന്തയിലേക്ക് തുപ്പുകയും ചെയ്തു. അസത്ത്, മറ്റൊരു സ്ത്രീയും അഭിപ്രായപ്പെട്ടു. അങ്ങനെ അമ്മിണിക്കുട്ടി പിന്നെ പുറത്തേക്ക് ഇറങ്ങാതെയായി. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ പോലും ആരും മെനക്കെട്ടില്ല. ജോലിയിൽ നിന്നും 30 വർഷങ്ങൾക്ക് മുമ്പ് വിരമിച്ച പേറ്റിച്ചി അമ്മിണിക്കുട്ടിയുടെ വീട്ടിൽ താമസമാക്കി മീനാക്ഷി അമ്മ. അവർക്കും സന്തോഷം, അമ്മിണിക്കുട്ടിക്കും സന്തോഷം. അങ്ങനെ കറുത്ത വാവെത്തി. അമ്മിണിക്കുട്ടിയുടെ പ്രസവം നടക്കുന്നത് അന്ന് രാത്രിയാണ്. കാക്കയുടെ തൂവലിന്റെ വർണ്ണമുള്ള മുഹൂർത്തം. കുഞ്ഞ് കരയുന്നത് ആരും കേട്ടതേയില്ല. പേറ്റിച്ചി ആദ്യമൊന്ന് പരിഭ്രമിച്ചു. ശിരസിനു പകരം നീണ്ട ഞെട്ടിയുള്ള കൂൺ പോലൊരു വസ്തുവാണ് പ്രത്യക്ഷപ്പെട്ടത്. അവർ കൈകളിൽ നല്ലെണ്ണ പുരട്ടി. എന്തിനും തയ്യാറെടുത്ത് തൻ്റെ മുണ്ട് മടക്കി കുത്തി ഗർഭിണിയുടെ കാൽക്കൽ കുനിഞ്ഞു നിന്നു. കുട്ടി ചാപിള്ളയായിരുന്നുവെന്നും പിറ്റേ ദിവസം അയൽപ്പക്കക്കാർ പേറ്റിച്ചി പറഞ്ഞതറിഞ്ഞു. ശവശരീരം രാത്രി തീരും മുമ്പേ കുഴിച്ചു മൂടിയെന്നും പേറ്റിച്ചി പറഞ്ഞു. മകരച്ചൂടല്ലേ, എടുത്തു വെച്ചാൽ നാറി തുടങ്ങും. വൃദ്ധ പിറുപിറുത്തു. അമ്മിണിക്കുട്ടി പ്രസവിച്ച കുട്ടിയുടെ ശവം കാണാൻ സാധിക്കാത്തതിൽ അയൽവാസികൾക്ക് കഠിനമായ നിരാശ അനുഭവപ്പെട്ടു. കുഞ്ഞിന്റെ നിറം കണ്ടാൽ, അതിൻ്റെ മുഖം കണ്ടാൽ അവർക്ക് മനസ്സിലാക്കാമായിരുന്നു ആരാണ് അമ്മിണിക്കുട്ടിയെ വഞ്ചിച്ചതെന്ന്. സെയ്താലിയുടെ മകന്റെ മുഖഛായ ഉണ്ടോ എന്നറിയാൻ ദാക്ഷാണിയമ്മ പ്രസവമുറിയിലേക്ക് ഇടിച്ചു കയറി. പേറ്റിച്ചി നിലത്ത് പായയിലിരുന്ന് വെറ്റില മുറുക്കുകയായിരുന്നു. അമ്മിണിക്കുട്ടി ശൂന്യ ദൃഷ്ടികളോടെ മലർന്നു കിടക്കുന്നു, അക്ഷോഭ്യയായി, തനിക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ലെന്ന ഭാവത്തോടെ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ദാക്ഷിയാണിയമ്മ ചോദിച്ചു. ആണാർന്നു, പേറ്റിച്ചി പറഞ്ഞു. അമ്മിണിക്കുട്ടിയുടെ നിറോ അതോ വെളുത്തിട്ടോ? ദാക്ഷിയാണിയമ്മ പിന്നെയും ചോദിച്ചു. ചാപിള്ളയുടെ നിറം അറിഞ്ഞിട്ട് നിനക്കെന്താ കാര്യം? പേറ്റിച്ചി നീരസത്തോടെ ചോദിച്ചു. പിറ്റേ ദിവസം ശാസ്ത്രം പഠിപ്പിക്കുന്ന സുകുമാരൻ നായർ രഹസ്യമായി പേറ്റിച്ചി മീനാക്ഷി അമ്മയെ സ്കൂളിന്റെ പുറകുവശത്തേക്ക് വിളിപ്പിച്ചു. സന്ധ്യയായതുകൊണ്ട് അവിടം വിജനമായിരുന്നു. അവർക്ക് 1-ാം തരം വാസന പുകയില അവർ സമ്മാനിച്ചു. അമ്മിണിക്കുട്ടിയുടെ കുട്ടി ചാപിള്ളയായിരുന്നു. അയാൾ ചോദിച്ചു. എന്റെ മാഷേ, ഇതാരോടും ഞാൻ പറഞ്ഞിട്ടില്ല, പറയൂല. ആലോചിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരമാകെ തണുക്കുന്നു. അമ്മിണിക്കുട്ടി പെറ്റത് ഒരു മനുഷ്യക്കുട്ടിയല്ല, അത് ചെകുത്താനായിരുന്നു. വലിയ 2 തല, 2 ഉണ്ട കണ്ണ്, ചില്ലിട്ട ടോർച്ച് കണ്ടിട്ടില്ലേ, അതുപോലത്തെ ഓരോ കണ്ണുകളും. ഓരോ വിരലിൻ്റെ അത്രയേ ഉള്ളൂ കയ്യും കാലും. പക്ഷെ തലയില് 2 നീണ്ട കൊമ്പ്, 2 കൂണ് വളർന്നു നിൽക്കുന്നത് പോലെ. പെറ്റി വീണപ്പോഴേക്കും അത് എണീറ്റ് നടക്കുന്നു. ബീ 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 എന്നൊരു ശബ്ദം പുറപ്പെടുവിച്ചിട്ട ആ നടത്തം. അമ്മിണിക്കുട്ടി കണ്ണടച്ച് കിടക്കാറുന്നു, ബോധ്യമില്ലാത്ത കിടപ്പ്. ഞാനപ്പോൾ ആ ചെകുത്താനെ പിടിച്ച് തിളച്ച വെള്ളം വെച്ച കുടത്തിലേട്ട് മുക്കി കുറേ പടഞ്ഞു. ഞാനും വിട്ടില്ല. ജീവൻ പോണ വരെ ഞാൻ അതിനെ മുക്കി പിടിച്ചു. എൻ്റെ വിരലാകെ പൊള്ളി, സാരില്ല. ആ മാരണം ചത്തൂലോ? അപ്പം തന്നെ ഞാൻ അതിനെ ചാക്കിൽ കെട്ടി കുഴിച്ചിട്ടു. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ഇക്ക് വയ്യ, പേറ്റിച്ചി പറഞ്ഞു. സുകുമാരൻ മാസ്റ്റർ തൻ്റെ മുഖത്ത് നിഴലിക്കുന്ന നിരാശ ഒളിപ്പിക്കാനാവാം മുഖം തിരിച്ചു നടന്നു. പ്രിയ കൂട്ടുകാരെ, കഥകൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാവണേ. നന്ദി, നമസ്കാരം.